ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 30ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 10 ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരു റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. നാളെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും റിവിഷൻ എക്സാം ആയിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ക്ലാസ്സുകളും നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണം. എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഇന്ത്യൻ പദ്ധതി ആരോഗ്യ മൈത്രിയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച വികസ്വര രാജ്യങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ മൈത്രി എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഖത്തറാണ്. ഓക്കെ, ഖത്തറാണ് മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത ആരാണ്? PT ഉഷ. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ്, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യില്ലോ, അപ്പോൾ അതിൻ്റെ കീഹോൾ അങ്ങനത്തെ ഒക്കെ സർജറിയുടെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ടെഹ്ടൺ ഉദ്വാഡിയാണ്. ഓക്കെ, ടെഹ്ടൺ ഉദ്വാഡിയാണ് ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ്. അഞ്ചാമത്തെ ചോദ്യം, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? PT ഉഷ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചാൻസ് ഉണ്ട് ചോദിക്കാൻ. ആറാമത്തെ ചോദ്യം, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായി തെലങ്കാനയിൽ ഡക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപിച്ചത് PV സതീഷ്. അപ്പോൾ തെലങ്കാനയിലാണ് ഡക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? PV സതീഷാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കാൻ വേണ്ടി തെലങ്കാനയിലാണ്, സംസ്ഥാനം ഓർക്കുക, ആ ഒരു ഡക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഇത് സ്ഥാപിച്ചത് PV സതീഷ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ചത് 2023 മില്ലറ്റ് ഇയർ എന്ന് അറിയപ്പെടുന്നത് UN മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ച വർഷം 2023 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത്, 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാർക്കായി സ്മാരകം വരുന്ന രാജ്യം സ്കോട്ട്ലൻഡ് ആണ്, ഗ്ലാസ്കോ. ഓക്കെ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിലാണ് 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാർക്കായിട്ടുള്ള സ്മാരകം വരുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യമാണ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ക്രാഫ്റ്റ് ഏതാണ്? INS അർണാലയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആന്റി സബ്മറൈൻ വാർഫെയർ ക്രാഫ്റ്റ് INS അർണാല. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ആദ്യ ഇൻഫൻട്രി മ്യൂസിയം നിലവിൽ വരുന്നത് ഇൻഡോറിലാണ്. ഇൻഫൻട്രി മ്യൂസിയം ഇൻഡോർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ റിവിഷൻ എക്സാമിന് തയ്യാറാവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.